നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊഴിലാളികൾക്ക് അരിയർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ ഉപരോധ സമരം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ സഹായ ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. വാർത്തകൾ വിശദമായി. ചേർപ്പ് റേഞ്ചിലെ കള്ള് ചെത്ത് വ്യവസായ തൊഴിലാളികൾക്ക് നൽകേണ്ടതായ അരിയർ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ചേർപ്പ് റേഞ്ച് ലൈസൻസിയുടെ കുണ്ടോളിക്കടവിലുള്ള കള്ള് വിതരണ കേന്ദ്രത്തിൽ INTUC മദ്യവ്യവസായ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തി. INTUC ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് PD ഷാജുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് PV രാമദാസ്, NR രാമചന്ദ്രൻ, KR മോഹനൻ, PB ഉല്ലാസ്, CK ഷിനോജ്, PR ദിനേശൻ, PS സുജേഷ്, രാജൻ ഉപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം വയോജനങ്ങളുടെ സഹായ ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ജനപ്രതിനിധികളായ KA തപതി, ജ്യോതി രവീന്ദ്രൻ, KA വിജയൻ, EP അജയഘോഷ്, BK മണിലാൽ, അനിത കാർത്തികേയൻ, CG സുരേഷ്, വൈശാഖ് വേണുഗോപാൽ, അജ്മൽ ഷെരീഫ്, മണി ഉണ്ണികൃഷ്ണൻ, രശ്മി ഷിജോ, ഷൈൻ നെടിയിരിപ്പിൽ, അനിത ത്രിദീപ് കുമാർ, ICDS സൂപ്പർവൈസർ, അംഗനവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 100 പേരാണ് ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തിച്ചേർന്നത്. ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് വിവിധ ഉപകരണങ്ങൾ 60 വയസ്സിന് മുകളിൽ ഉള്ളവരുടെ ക്ഷേമത്തിനായി വിതരണം ചെയ്യുന്നതാണ്. ഇപ്രാവശ്യത്തെ 24-25 വാർഷിക പദ്ധതിയുടെ ആദ്യത്തെ പദ്ധതിയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. വയോജനങ്ങളുടെ ക്യാമ്പ് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 വയോജനങ്ങൾക്കാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ആരംഭിക്കുന്നത്. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്ര മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് AN സിദ്ധപ്രസാദ് മാസ്റ്റർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി EV ദശരഥൻ മാസ്റ്റർ, ട്രഷറർ ശ്രീരാമൻ കുണ്ടായിൽ, ഷാജി പുളിക്കൽ, രാജു ശാന്തി, സുകേഷ് ശാന്തി, രാംദാസ് ചുക്കൂട്ട്, O മണികണ്ഠൻ, ശങ്കരനാരായണൻ, GV മണികണ്ഠൻ, തങ്കമണി ത്രിവിക്രമൻ, വിമല ടീച്ചർ, ഗൗരി ടീച്ചർ, അംബിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനമായിട്ട് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്ഷേത്രം ഒരു കുടുംബക്ഷേത്രമൊന്നുമല്ല, ഒരു നാട്ടുകാരുടെ നമ്മുടെ എല്ലാവരുടെയും ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 മാസമായി SHO ഇല്ലാത്തത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് മണലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ കൊടുത്ത പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ DGPക്ക് കൈമാറിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് MV അരുണിനെ അറിയിച്ചു. ഈ വിഷയത്തിൽ 2ാം തവണയാണ് മുഖ്യമന്ത്രിക്ക് MV അരുൺ പരാതി കൊടുക്കുന്നത്. നാട്ടിക ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംഗീതാർച്ചന നടന്നു. രാവിലെ ലളിത സഹസ്രനാമാർച്ചന, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, തുടർന്ന് വീണാതിരി സംഗീത വിദ്യാലയം അവതരിപ്പിച്ച സംഗീതാർച്ചനയും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
ഗുരുധർമ്മ പ്രചരണ സഭ കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കലും കലാമത്സരവും സംഘടിപ്പിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര സമിതി അംഗം പ്രകാശൻ കാരാട്ടുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമ്മാട്ടിൽ അധ്യക്ഷനായി. വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതിയായി മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും ധീരതയ്ക്കുള്ള DGPയുടെ കമൻഡേഴ്സ് ഡിസ്കും കരസ്ഥമാക്കിയ പെരുങ്ങോട്ടുകര സ്വദേശി ശ്രീജിത്തിനെയും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗായത്രിയെയും ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ ഷീജ സദാനന്ദൻ, ഷെല്ലി സുഗുണൻ, മണ്ഡലം പ്രതിനിധി ശിവജി കൈപ്പുള്ളി, മാതൃസഭ കിഴക്കുമുറി സെക്രട്ടറി ഷീലാബാബു പ്രസാദ്, ബോധാനന്ദൻ കടവിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമത്സരങ്ങൾ നടന്നു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായി അംഗൻവാടി ഹെൽപ്പർമാർക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ക്ലാസ്സിൽ 5 പഞ്ചായത്തുകളിൽ നിന്ന് 133 പേർ പങ്കെടുത്തു. DLSAയുടെ പാനൽ അഡ്വക്കേറ്റ് സുഷിൽ ഗോപാൽ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ടിനെ കുറിച്ച് ക്ലാസ് എടുത്തു. സൂപ്പർവൈസർ സിനി അധ്യക്ഷയായി. രാധിക, ഷംനം, പാരാലീഗൽ വോളണ്ടിയർ MS സന്ധ്യ എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഒരിക്കൽ സ്റ്റാറ്റസ് ഇട്ട് 24 മണിക്കൂറാണ് വാട്സപ്പിൽ ഉണ്ടാവുക. അതിന് മെസ്സേജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. പക്ഷെ അതൊക്കെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാമെന്ന് നിങ്ങൾ എത്രയും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന സൈബർ രംഗത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു നിയമം നിലവിലുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ്. 2000 പാസ്സാക്കിയ നിയമമാണ്. ഈ നിയമപ്രകാരം ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അറിഞ്ഞില്ലേ, ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ ദേശീയ തപാൽ ദിനാഘോഷം നടത്തി.
പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി തപാൽ ദിനാശംസകൾ നേർന്നു. ആര്യ ടീച്ചർ തപാൽ ദിന സന്ദേശം നൽകി. കുട്ടികൾ പോസ്റ്റൽ ദിനാശംസകൾ എഴുതിയ കാർഡുകൾ പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു. കുട്ടി പോസ്റ്റ് വുമൺ ആവണി അഡ്രസ്സ് എഴുതിയ ക്ലാസ്സുകളിലേക്ക് കത്തുകൾ എത്തിച്ചത് വേറിട്ടൊരു കാഴ്ചയായിരുന്നു. കൂടാതെ സ്കൂളിലെത്തിയ മണലൂർ പോസ്റ്റ്മാന് അധ്യാപകരും കുട്ടികളും തപാൽ ദിനാശംസകൾ നേർന്നു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവരാത്രി സാംസ്കാരിക സന്ധ്യ അവണയങ്കാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേക്കര ക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല, ഒരുപാട് തവണ ഇവിടെ വന്ന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പല ചടങ്ങുകൾക്കായിട്ട് പല രീതിയിലും ഇവിടെ പല പല മാറ്റങ്ങൾ വന്നതൊക്കെ ഞാൻ എൻ്റെ മുമ്പിലൂടെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായിരുന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിൽ കൂടി ഇവർ പറയുന്നത് ഇവർ രണ്ടുപേരെയാണെന്ന് പറയുന്നത് ക്ഷേത്രം. എന്തായാലും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവരിലേക്കും വർഷിക്കാനും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഉപദേശക സമിതി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷനായി. അന്തിക്കാട് കൃഷ്ണപ്രസാദ് നമ്പീശൻ, സജേഷ് കുറുവത്ത്, സജയ് മാണിക്കത്ത്, രമേശൻ, ശ്രീകാന്ത് മേനോത്ത് പരമേശ്വരൻ, ആകാശറക്കൽ, അന്തിക്കാട് ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സർവോദയ പാന്തോട്, അന്തിക്കാട് മാണിക്കത്ത് കുടുംബ ട്രസ്റ്റ് എന്നിവർ അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. കേരള സർക്കാർ ക്ഷീരക്ഷേമ വകുപ്പ് തളിക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷക മൈത്രി ക്ഷീര കർഷക സമ്പർക്ക പരിപാടി വലപ്പാട് കാമധേനു ക്ഷീരോത്പാദക സംഘം ഓഫീസിൽ വെച്ച് നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലികാദേവൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ BK മണിലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CR ഷൈൻ, സംഘം പ്രസിഡന്റ് ജാൻസി തിലകൻ, സിന്ധു രമേഷ്, തളിക്കുളം ബ്ലോക്ക് DFI അനൂപ് എന്നിവർ സംസാരിച്ചു. ക്ഷീര കർഷകർ ചർച്ചയിൽ പങ്കെടുത്തു. കാമധേനു സംഘം വളരെ നല്ല രീതിയിൽ ജനോപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ക്ഷീര കർഷകരുടെ കർഷക സമ്പർക്ക പരിപാടി നടത്തപ്പെടുകയാണ്. ഈ കർഷക സമ്പർക്ക പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ കർഷകരെയും ക്ഷീര കർഷകരെയും നമ്മുടെ ഈ പരിപാടിയുടെ പേരിലും അതുപോലെ തന്നെ കേരള ക്ഷീര കർഷക വകുപ്പിൻ്റെ പേരിലും ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന്റെ 3ാം ദിവസത്തിന്റെ ഉദ്ഘാടനം അവണങ്ങാട്ടിൽ AU രഘുരാമൻ പണിക്കർ നിർവഹിച്ചു. അറിവിൻ്റെയും ദേവിയായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഭഗവത് സങ്കല്പത്തെ ആരാധിക്കുമ്പോൾ അതിന് 3 ദിവസം, ആദ്യത്തെ 3 ദിവസം ദുർഗയായി അല്ലെങ്കിൽ കാളിയായി, മഹാകാളിയായി നമ്മൾ ആരാധിക്കുന്നു അല്ലെങ്കിൽ പൂജ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുന്ന 3 ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായിട്ട് ആരാധന ചെയ്യുന്നു. പിന്നെ വരുന്ന 3 ദിവസങ്ങളിലാണ് സരസ്വതിയായിട്ട്, മഹാസരസ്വതി സങ്കല്പമായിട്ട് ആരാധന ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഭാരതത്തിലെല്ലായിടത്തും ഈ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളുണ്ട്. ക്ഷേത്ര സമിതി സെക്രട്ടറി ഗോകുൽ കരിപ്പുള്ളി അധ്യക്ഷനായി. ഡോക്ടർ K സുരേഷ്, K രവീന്ദ്രനാഥ്, ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഗോപാലകൃഷ്ണൻ കോളത്തുകാട്ടിൽ, U നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശിവദം അന്തിക്കാടിൻ്റെ തിരുവാതിരക്കളി അരങ്ങേറി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി യൂണിറ്റ് കുടുംബസംഗമങ്ങൾ ആരംഭിച്ചു. PV ലോറൻസ് മാസ്റ്ററുടെ വസതിയിൽ നടത്തിയ കുടുംബസംഗമം KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. NK ലോഹിതാക്ഷൻ അധ്യക്ഷനായി. KSSPU ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, അബ്ദുൽ ജലാൽ, VB രഘു, ജനാർദ്ദനൻ മാസ്റ്റർ, KD നീന എന്നിവർ സംസാരിച്ചു. കുടുംബയോഗങ്ങൾ നടത്തണമെന്ന് തീരുമാനിച്ചു. കാരണം നമ്മുടെ സംഘടനയിലെ അംഗങ്ങൾ 56 വയസ്സിന് മുകളിലുള്ളവരാണ്. സംഘടനയുടെ സാധാരണ യൂണിറ്റ് സമ്മേളനങ്ങൾ, കൺവെൻഷനുകൾ, വയോജന ദിനങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചായിരിക്കും ചേരുന്നത്. ആ യോഗങ്ങളിൽ എത്തിച്ചേരാൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം നമ്മുടെ പല അംഗങ്ങൾക്കും സാധിക്കാറില്ല. സംഘടന ആ അംഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് കുടുംബയോഗങ്ങളുടെ പ്രാധാന്യം. ഗണേശമംഗലം വെസ്റ്റ് സ്വാതന്ത്ര്യം സഹായ സമിതി സ്ഥാപക പ്രസിഡന്റ് PS സുരത് കുമാറിന്റെ സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMAയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. സ്വാതന്ത്ര്യം പ്രസിഡന്റ് CP രാജേന്ദ്രകുമാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ സേവന സന്നദ്ധരായ ഒട്ടേറെ പേർ രക്തദാനം ചെയ്തു. ഭാരവാഹികളായ പ്രദീപ് പണ്ടാരൻ, PS അനിൽകുമാർ, രക്ഷാധികാരികളായ പ്രേമൻ ചാണാശ്ശേരി, ജയരാജൻ വലിയാക്കൽ, സദാശിവൻ വലിയാക്കൽ, സ്വാതന്ത്ര്യം മരണാന്തര സഹായ സമിതി പ്രസിഡന്റ് CV സുനിൽകുമാർ, ട്രഷറർ ദിവാകരൻ ചാണാശ്ശേരി, IMA കോർഡിനേറ്റർ ഷൈൻ ഇയാനി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന PS സുരത് കുമാറിൻ്റെ സ്മൃതി ദിനത്തോടനുബന്ധിച്ചാണ് ഇന്ന് നടത്തുന്നത്. കാലങ്ങളായിട്ട് സ്വാതന്ത്ര്യം സ്ഥാപക പ്രസിഡന്റ് സുരത് കുമാറിൻ്റെ സ്മൃതി ദിനം സ്വാതന്ത്ര്യ സേവാ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. വിവിധങ്ങളായ പദ്ധതികൾ ഈ സേവാ ദിനത്തിൽ സ്വാതന്ത്ര്യം ഉൾപ്പെടുത്താറുണ്ട്. 100 പേർക്ക് നേത്രദാന സമ്മതപത്രം ഒക്ടോബർ 7 സ്മൃതി ദിനത്തിൻ്റെ അന്ന് സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ അനുബന്ധിച്ചുള്ള സേവാ പ്രവർത്തനങ്ങൾ ഈ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് തികച്ചും മാതൃകയായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നടക്കുന്ന രക്തദാന ക്യാമ്പ്. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൃത്ത സംഗീതോത്സവം നടന്നു. ദേവസ്വം ചെയർമാൻ മധുസൂദനൻ പള്ളിയാന ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച പൂജവെപ്പ് ദിനത്തിൽ തിരുവാതിരക്കളി, ഭരതനാട്യം, മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടത്തുള്ളലും അരങ്ങേറി. വിജയദശമി ദിനത്തിൽ രാവിലെ 9 മണിക്ക് പൂജയെടുപ്പ്, തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സരസ്വതി മന്ദാർച്ചന എന്നിവയും ഉണ്ടായിരിക്കും. ശിവമംഗലം മഠം നാരായണൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിക്കും. പരിപാടികൾക്ക് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റിയും ആഘോഷ കമ്മിറ്റിയും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളികൾക്ക് അരിയർ കുടിശ്ശിക നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC മദ്യവ്യവസായ തൊഴിലാളി യൂണിയൻ ഉപരോധ സമരം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ സഹായ ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നവരാത്രി ആഘോഷ നിറവിൽ ക്ഷേത്രങ്ങൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.